അപ്പോൾ ഒരു കാലത്ത് നമ്മൾ നിന്ദിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തോളുക, അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മളെ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ എടുത്തങ്ങ് മാനിച്ചു കളയും. സ്തോത്രം. ഞാൻ ഏറ്റവും കൂടുതൽ കാണണം, ഒന്ന് മിണ്ടണം എന്നാഗ്രഹിച്ചൊരു ദൈവമനുഷ്യനാണ് സിംഗപ്പൂരുള്ള, നിങ്ങൾക്ക് പലർക്കും അറിയാം. നിങ്ങൾക്ക് യൂബർട്ട് ഏഞ്ചലിനെ പറഞ്ഞാൽ അറിയാം. യൂബർട്ട് ഏഞ്ചലിനെ അറിയാവുന്ന കൈ പൊക്കിക്കാൻ. ഓക്കെ. റൈനാർഡ് ബോംഗെ, ഷിപ്പേർഡ് ബുഷറി, ബില്ലി ഗ്രഹാം, ബെന്നി ഹിൽ, ജോസഫ് പ്രിൻസ്, അദ്ദേഹത്തെ കാണാനും കൂടെ ഇരിക്കാനും അവസരം കിട്ടിയിരിക്കുക. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച്, എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, എൻ്റെ അയൽപക്കത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു വാതിൽ എൻ്റെ മുമ്പിൽ അടഞ്ഞപ്പോൾ ഞാൻ അടങ്ങിയിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ വാതിലിനകത്തൂടെ കയറാൻ പറ്റില്ല. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി നിങ്ങളുടെ സീസൺ തുടങ്ങുകയാണ്. ഇത് ചുമ്മാ വന്ന് പറഞ്ഞിട്ട് പോവല്ല. ഒരു വാതിലും അടയാതെ വണ്ണം കവാടങ്ങൾ തുറക്കാൻ പോവുകയാണ്. കവാടങ്ങൾ തുറക്കാൻ പോവുകയാണ്. മനുഷ്യനും പിശാചും കൊട്ടി അടച്ച വാതിലുകൾ നിന്റെ സമയം തുടങ്ങിയാൽ ആഹാ, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. പ്രവാചകന്മാരെ, നിങ്ങളുടെ മുമ്പിൽ പ്രൊഫറ്റിക് ഡോറുകൾ തുറക്കുന്നു. അപ്പോസ്തലന്മാരെ, നിങ്ങളുടെ മുമ്പിൽ അപ്പോസ്തോലിക് ഡോറുകൾ തുറക്കുന്നു. വിശ്വാസമുണ്ടോ? ഏറ്റെടുക്കുക. എന്റെ ശുശ്രൂഷയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോയ പല സ്ഥലങ്ങളിൽ നിന്നും മുറിവേറ്റ് വീട്ടിൽ വന്ന ആളാണ്. മുറിവേറ്റ് വീട്ടിൽ വന്ന ആളാണ്. എനിക്ക് തന്ന സ്തോത്ര കാഴ്ചയുടെ കവറിനകത്ത് പേപ്പർ മടക്കി തന്നവരുണ്ട്. ആമേൻ. പിന്നീടാണ് ഉദ്ദേശം മനസ്സിലായത്, ഇങ്ങനെ അപമാനിക്കപ്പെട്ടെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് ഇതിൽ നിന്ന് അകന്നു പൊക്കോട്ടെന്ന് കരുതി ചെയ്തതാണ്. ആമേൻ. ഞാൻ നിങ്ങൾക്കൊരു ദൂത് തരാം. ഏതെങ്കിലുമൊക്കെ മാനദണ്ഡത്തിന്റെ പേരിൽ അവഗണിക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിന്റെ സമയമാണ്. സ്തോത്രം. ഇനി നിന്റെ സമയമാണ്. കാട്ടിൽ കിടക്കുന്നവൻ വീട്ടിൽ വരാതെ അഭിഷേക തൈലം ചലിക്കത്തില്ല. നിന്റെ കുടുംബത്തിൽ നിന്ന്